ആദ്യ പരിപാടി നടക്കുന്ന തിരുവല്ലയിലേക്കായിരിക്കും പോവുക. ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS കോളേജ് ഗ്രൌണ്ടിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗമാണ് പിന്നീട് ഈ പൊതുയോഗം നടക്കുന്ന തിരുവല്ലയിലേക്ക് എത്തുക. അവിടെ NDAയുടെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. അവിടെ അദ്ദേഹം FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിനുണ്ടായ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ പരസ്യമായ പ്രസ്താവനയായി നടത്തുമോ എന്നാണ് ഏവരും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വൈകുന്നേരം 5 മണിയോടെ NDA പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനായി റോഡ് ഷോയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി എത്തുക. 50,000 പ്രവർത്തകർ തലസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അതായത് 2 പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് BJP ലക്ഷ്യം വെക്കുന്ന നേമം, അതോടൊപ്പം തിരുവനന്തപുരം, ഈ 2 മണ്ഡലങ്ങളുടെ ഹൃദയഭാഗമാണ് കിള്ളിപ്പാലവും കരമനയും. അതുകൊണ്ട് ഈ 2 ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോയിലൂടെ നേമത്തടക്കം BJPയുടെ മുന്നേറ്റം അത് വലിയ തരത്തിൽ സജീവമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിലേതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. കാരണം പ്രധാനമന്ത്രി വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തുന്നതിലൂടെ BJPയുടെ വിജയപ്രതീക്ഷകൾക്ക് അത് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന വിലയിരുത്തലാണ് BJP ക്യാമ്പ്. കാരണം മറുവശത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ തമ്പടിച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രചാരണം നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലേക്കാണ് പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നത്. അതായത് ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിന്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 3 മുന്നണികളുടെയും പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുന്നത്. അതിന് ആവേശം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ വലിയ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം നരേന്ദ്രമോദിയുടെ ഫ്ലക്സുകൾ ആണ് നിറയെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഡാൻ, ഇതിൽ ഈ സൂചിപ്പിച്ച പോലെ FCRA മാത്രമല്ല മറ്റു പല വിഷയങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ റോഡ് ഷോ മാത്രമാണ്. തിരുവനന്തപുരം ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന നിയമസഭാ സീറ്റുകൾ ഉള്ള മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ് എന്ന് നമുക്കറിയാം. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടെ ഇത്തവണ കരുത്തറ്റ പോരാട്ടം, ആറ്റിങ്ങലിലും അതിശക്തമായ മത്സരം എന്ന നിലയിലേക്ക് BJP വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്.